CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ 5 പേരെ കൂടി കുളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുതിയ രീതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ്. കിഫ്ബി ഒരു കടലാസ് പുലി മാത്രമാണെന്ന് MLA മഞ്ഞളാംകുഴി അലി ആരോപിച്ചു. വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും കിഫ്ബിയിലൂടെയുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ഫണ്ട് വിനിയോഗം പ്രതീക്ഷിച്ചത്ര ഫലപ്രദമല്ലെന്നും മഞ്ഞളാംകുഴി അലി MLA വിമർശിച്ചു. അങ്ങാടിപ്പുറം മേൽപ്പാലം ചെറുവാഹനങ്ങൾക്കായി തുറന്നു നൽകി. പാലം തുടങ്ങുന്നിടത്ത് ഇന്റർലോക്ക് കട്ട വിരിക്കുന്ന ജോലികൾ പൂർത്തിയായതിനെ തുടർന്നാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അങ്ങാടിപ്പുറം മേൽപ്പാലം ചെറുവാഹനങ്ങൾക്കായി തുറന്നു നൽകി. പാലം തുടങ്ങുന്നിടത്ത് ഇന്റർലോക്ക് കട്ട വിരിക്കുന്ന ജോലികൾ പൂർത്തിയായതിനെ തുടർന്നാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ജൂൺ 29 ആരംഭിച്ച ഇന്റർലോക്ക് ജോലികൾ ഒരാഴ്ച കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ ഇതുവഴിയുള്ള റോഡ് ചെറുവാഹനങ്ങൾക്കായി തുറന്നു നൽകി. മലപ്പുറം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞയാഴ്ച ചേർന്ന യോഗത്തിലാണ് ഒരാഴ്ച റോഡ് പൂർണ്ണമായും അടച്ചിടാനും അതിനുശേഷം ചെറിയ വാഹനങ്ങൾക്ക് തുറന്നു നൽകാനും തീരുമാനിച്ചത്. എങ്കിലും നിലവിൽ വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി യാത്ര അനുവദനീയമല്ല. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ മാത്രമേ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് ഇത് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികാരികൾ. CCN പെരിന്തൽമണ്ണ. യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ 5 പേരെ കൂടി കുളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുതിയ രീതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ്. വെങ്ങാട് സ്വദേശി അദ്നാൻ, കൊളത്തൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ, കൊപ്പം സ്വദേശികളായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം, മുഹമ്മദ് ജാഫർ, മുഹമ്മദ് ഹനീഫ എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത്, കൊളത്തൂർ CI സജിത്ത് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ മെയ് 5 കേസിനാസ്പദമായ സംഭവം നടന്നത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ, സിറാജ്, അഷറഫ് എന്നിവരെയാണ്
പ്രതികൾ തട്ടിക്കൊണ്ടുപോയത്. രാത്രി 11 മണിയോടെ കൊളത്തൂർ കുന്നത്തങ്ങാടിയിൽ വെച്ച് കാറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന ഇവരുടെ വാഹനത്തിന് 2 കാറുകളിലായി വന്ന പ്രതികൾ വിലങ്ങിട്ട് 3 പേരെയും തങ്ങളുടെ കാറിൽ കയറ്റി ആമയൂർ, കുപ്പൂത്ത് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി മാരകമായി മർദ്ദിച്ച ശേഷം പട്ടാമ്പിയിലെ ഒരു ലോഡ്ജിൽ പൂട്ടിയിട്ടും മർദ്ദനം തുടർന്നു ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും മുൻപ് 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒളിവിലായിരുന്ന പ്രതികളെ കൊപ്പം, ഷൊർണൂർ ഭാഗങ്ങളിലെ ഒളിത്താവളങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. അറസ്റ്റിലായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം, മുഹമ്മദ് ജാഫർ എന്നിവരുൾപ്പെടെയുള്ള സംഘം കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ മുഖേന പലരുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി വിവരങ്ങൾ ഡോളർ ട്രേഡിംഗ്, ഗെയിമിംഗ് എന്നിവയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തിരുന്നത്. സൈബർ തട്ടിപ്പിലൂടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ലക്ഷങ്ങൾ ഉടൻ പിൻവലിച്ച് തട്ടിപ്പു സംഘം പറയുന്ന വിദേശത്തുള്ള അക്കൗണ്ടിലേക്കോ ഏജന്റുമാർക്കോ പണമായോ കൈമാറുന്നതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന പണം സംഘത്തിന് നൽകാതെ കബളിപ്പിച്ചു പോകുന്ന തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പു സംഘത്തിലെ മറ്റു കണ്ണികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPS, ഡിവൈഎസ്പി എ പ്രേംജിത്ത് എന്നിവർ അറിയിച്ചു. പ്രതികളെ സൈബർ സെൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ചെറിയ കമ്മീഷൻ പണത്തിനു വേണ്ടി അക്കൗണ്ടുകൾ കൈമാറുന്ന അക്കൗണ്ട് ഉടമകളാണ് ഇത്തരം കേസുകളിൽ ആദ്യം പ്രതികളാകുന്നതെന്നും തട്ടിപ്പു സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ച് ഇവർക്ക് അറിയാൻ വഴിയില്ലെന്നും പോലീസ് പറയുന്നു. CCN പെരിന്തൽമണ്ണ. കിഫ്ബി ഒരു കടലാസ് പുലി മാത്രമാണെന്ന് MLA മഞ്ഞലാംകുഴേലി ആരോപിച്ചു. പെരിന്തൽമണ്ണയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും കിഫ്ബിയിലൂടെയുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ഫണ്ട് വിനിയോഗം പ്രതീക്ഷിച്ചത്ര ഫലപ്രദമല്ലെന്നും മഞ്ഞലാംകുഴേലി വിമർശിച്ചു. അതൊരു സംശയമല്ലാണ്. ഇല്ല, ഏതിന് ഞാനൊരു കാര്യം പറയട്ടെ. കിഫ്ബി എന്ന് പറഞ്ഞൊരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കടം വാങ്ങിയിട്ട് നമ്മളെ കാര്യങ്ങൾ നടത്താനാണ്. കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളൊന്നും അതാ പറഞ്ഞത്, നിങ്ങളിത് ചെയ്യരുത്. ഞാൻ മാത്രമല്ല പറയുന്നത്, G. സുധാകരൻ അന്നത്തെ PWD മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം കിഫ്ബി എന്നല്ല പറഞ്ഞിരുന്നു, അതിനെ കിങ്ഫി എന്നായിരുന്നു പറഞ്ഞത്. കിങ്ഫി എന്ന തമാശയാക്കുന്നത് നിയമസഭയിൽ. അപ്പൊ അത് ഞാനിപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. എന്തിനാണ് കിഫ്ബി ഉണ്ടായത്? കിഫ്ബി ഒരിക്കലും ഉണ്ടാകാൻ പാടുണ്ടായിരുന്നില്ല. PWD ഡിപ്പാർട്ട്മെന്റ് പിന്നെ എന്തിനാ? ആ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന വർക്കുകളാണ് അവർ നടത്തേണ്ടത്. അതവർ നടത്തിയില്ലല്ലോ. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും അത് തന്നെ പറയുന്നത്. കിഫ്ബി ഉണ്ട്, ഉണ്ട് സ്നേഹിത, സംഭവിച്ചു. ഞങ്ങൾക്ക് കിഫ്ബിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഫണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ നടത്തിയിരുന്ന വഴി നടത്തിയില്ല? ഇപ്പൊ പെരിന്തൽമണ്ണ ഞാനിവിടെ MLA ആയിരുന്ന സമയത്ത് ഈ ഇതില് 1500 കോടി രൂപയുടെ 1400 കോടി രൂപയുടെ വർക്കുകൾ നടത്തി. ആ വർക്കുകൾ നടത്തി ഒന്നും കിഫ്ബിയുടെ സഹായത്തോടു കൂടിയല്ലല്ലോ. PWDയുടെ ഫണ്ട് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ വന്ന ഫണ്ടാണ് നമ്മൾ ചെലവഴിച്ചത്. കിഫ്ബിക്ക് വേറെ ഫണ്ടില്ല. ഏത് ഉണ്ടായിരുന്നു അന്ന് പഴയ തുടങ്ങി വെച്ച വർക്കുകളാണ്, അതാണ് തീർത്തു. അപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ് സംസ്ഥാന സർക്കാർ ആ കാലഘട്ടങ്ങളിൽ ചെയ്തത്. ലണ്ടനിൽ പോയി മണിയടിച്ച് 1000 കോടി വാങ്ങി. അതിന്റെയൊക്കെ കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എത്ര ഇൻട്രസ്റ്റ് ആണ് അതിന് കൊടുത്തത് നമ്മള്? സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെക്കാട്ടും എത്രയോ വലിയൊരു സംഖ്യ നമ്മൾ അവിടെ കൊടുത്തത്. ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു കിഫ്ബി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. അല്ല, അത് കിഫ്ബി കൂടിയാണ് ഇപ്പൊ ഫണ്ട് വരുന്നത്, PWD തരുന്നില്ല. അല്ല, വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ ഫണ്ട് നമുക്ക് വരുന്നുണ്ട് അതിന് വഴി. കാരണം എന്താ വെച്ചാൽ PWD തരുന്നില്ല. അപ്പൊ ആ ഫണ്ട് മുമ്പേ കൊടുത്തു വെച്ചതാണ് ആ ഫണ്ട്. CCN പെരിന്തൽമണ്ണ. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ 61ാം ചരമവാർഷിക ദിനം ജൂലൈ 26-ന് ചെറുപ്പുളശ്ശേരിയിൽ അതിവിപുലമായ രീതിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആചരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചരമവാർഷിക ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. PP വിനോദ് കുമാർ ചെയർമാനും ഷപ്പീർ നീരാണി കൺവീനറും K. ജയനാരായണൻ ട്രഷററുമായി 151 അംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ജൂലൈ 26-ന് രാവിലെ 10 മണിക്ക് ചെറുപ്പുളശ്ശേരിയിൽ വെച്ച് നടക്കുന്ന ചരമവാർഷിക ദിനാചരണം KPCC പ്രസിഡന്റ്
സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. മറ്റു കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ജീവിതാനുഭവങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കഴിയുന്നത് വെറുപ്പിന്റെ പ്രചാരകരെ മറികടക്കാനും സാമൂഹ്യ സാഹോദര്യം വളർത്താനുമുള്ള ഒരു അവസരമായി കോൺഗ്രസ് കാണുന്നതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്തായാലും ഇന്നത്തെ തലമുറയ്ക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും വേണ്ടി തന്നെയാണ് ചെറുപ്പശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലൊരു അനുസ്മരണ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. ചെറുപ്പശ്ശേരിക്കും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വ്യക്തമായ ഒരു പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യമുള്ള ഒരു തലമുറ ചെറുപ്പശ്ശേരിക്കകത്ത് ഉണ്ടാകാം. ഇന്ന് സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്ര നേതാക്കളെ വിസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് വ്യാപകമായി നടന്നു വരുന്നത്. നമ്മുടെ നാട് എങ്ങനെ ഉണ്ടായി, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയത് എന്നറിയാനുള്ള അവകാശം ഇന്നത്തെ തലമുറയ്ക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ജീവിതം പുതിയ തലമുറ അറിയേണ്ടതും പഠിക്കേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PP വിനോദ് കുമാർ, ജനറൽ കൺവീനർ ഷെബീർ നീരാണി, ട്രഷറർ K ജയനാരായണൻ, DCC മെമ്പർ P സ്വാമിനാഥൻ, UDF മണ്ഡലം ചെയർമാൻ T ഹരിശങ്കർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്, മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവീകരണ കലശം പുനഃപ്രതിഷ്ഠ താന്ത്രിക ക്രിയകളുടെ ഭാഗമായി ശനിയാഴ്ച കുറുങ്കുഴൽ നാദവിസ്മയം അരങ്ങേറി. ചെത്തല്ലൂർ രതീഷ്, അങ്ങാടിപ്പുറം രാമകൃഷ്ണൻ, തിരുവാലത്തൂർ ശിവൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചെറുപ്പുളശ്ശേരി ഹരിഹരൻ എന്നിവരാണ് കുറുങ്കുഴൽ നാദവിസ്മയം അവതരിപ്പിച്ചത്. തന്ത്രിമാരായ അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാടും വിഷ്ണു നമ്പൂതിരിപ്പാടും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങുകൾ ജൂലൈ 7-ന് സമാപിക്കും. CCN ചെർപ്പുളശ്ശേരി. സഹകരണ രംഗത്തെ സംഭാവനകൾക്ക് സഹകരണ വകുപ്പ് നൽകുന്ന റോബർട്ട് ഓവൻ പുരസ്കാരം PA ഉമ്മർ ഏറ്റുവാങ്ങി. അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ ഹാളിൽ നടന്ന സർവ്വദേശീയ സഹകരണ ദിന പരിപാടിയിലാണ് ഉമ്മറിന് അവാർഡ് നൽകിയത്. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ വ്യവസായ മന്ത്രി P രാജീവ് അധ്യക്ഷത വഹിച്ചു. മികച്ച സഹകാരിക്കുള്ള പുരസ്കാരം PA ഉമ്മറും മികച്ച സഹകരണ സ്ഥാപനത്തിനുള്ള പുരസ്കാരം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും ഏറ്റുവാങ്ങി. 2025 അന്തർദേശീയ സഹകരണ വർഷമായി ആഘോഷിക്കുകയാണ്. 60 വർഷം സഹകരണ മേഖലയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച കേരളത്തിലെ ഏറ്റവും മുതിർന്ന സഹകാരികളിലൊന്നാണ് 83 വയസ്സായ ചെർപ്പുളശ്ശേരി സ്വദേശി PA ഉമ്മർ. CCN ചെർപ്പുളശ്ശേരി.
കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം സംഘടിപ്പിച്ചു. പാലക്കാട് അസിസ്റ്റന്റ് കളക്ടർ രവിമീണ AS പരിപാടി ഉദ്ഘാടനം ചെയ്തു. Dream of new things, we try to become an engineer or doctor or anything else like IAS, IPS, whatever you want to achieve, like painter, whatever you aim for it. Work hard for it so that you can achieve it. So keep doing the good work. Thank you. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നീറ്റ്, +2, SSLC, USS, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശ്രീലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാരായണൻകുട്ടി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷാംപുജം, ആസൂത്രണ സമിതി അധ്യക്ഷൻ കൃഷ്ണൻകുട്ടി, കടമ്പഴിപ്പുറം സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാമകൃഷ്ണൻ, മെമ്പർ സിൽവി ജോൺ, MNKM ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജാഫർ, കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കൃഷ്ണകുമാർ, ഹെഡ്മാസ്റ്റർ ഗോപാലകൃഷ്ണൻ, BRC പ്രതിനിധി മഹേഷ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു T പരിപാടി ഉദ്ഘാടനം ചെയ്തു. റാഗിങ്ങിനോട് നോ പറയുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. VT ഭട്ടതിരിപ്പാട് കോളേജിലെ ആന്റി റാഗിംഗ് സെൽ IQACയുമായി സഹകരിച്ചാണ് റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കോളേജിലെ സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ റാഗിങ്ങിനോട് നോ പറയുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കമൽ രാജ് മോഹൻ സ്വാഗതം പറഞ്ഞു. IQAC കോർഡിനേറ്റർ ഡോക്ടർ KR സന്ദീപ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. പോലീസിലെ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ V അറുമുഖൻ, ശ്രീകൃഷ്ണപുരം ജനമൈത്രി ബീറ്റ് ഓഫീസർ C രാജാകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളെ ഇതിനെ അഡിക്റ്റാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇരുന്നോളൂ. പ്രധാനമായും ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നിരുന്നാലും ചില ക്ലബുകൾ, ചില ക്യാമ്പുകൾ അല്ലെങ്കിൽ പോണ സമയത്ത് നമ്മൾ പോലും അറിയാതെ ആരെങ്കിലേക്ക് കൊണ്ടുതരാം. പക്ഷെ ഈ MDMA പോലുള്ള സാധനങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് അഡിക്റ്റായി പോകുമെന്നുള്ളൊരു ആശങ്കയില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺകുട്ടികളെ സമയത്തിന് 1-2 പ്രാവശ്യത്തിലേക്കാണെങ്കിൽ അവർ അതാവുന്നതെങ്കിൽ പെൺകുട്ടികൾ പെട്ടെന്ന് ഇതിലേക്ക് അഡിക്റ്റായി പോകാനുള്ള അവസ്ഥയാണ്. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ സംഭവിച്ചു. അപ്പോൾ നമുക്കുണ്ടാവുന്ന നിങ്ങളുടെ തിരിച്ചറിവ് നമുക്ക് കുറെ കഴിയുന്ന സമയത്ത് അറിയുമോ, ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു, എനിക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കുത്തലുണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് ഭാവിയിൽ ബാധിക്കും. പക്ഷെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഒരു കൗൺസിലറെ. കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K സദീപ്, കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KS വിനീത എന്നിവർ നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. കേരളത്തിലെ ആരോഗ്യരംഗം ഗുരുതരാവസ്ഥയിലാണെന്നും സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നും BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സുരേന്ദ്രൻ. ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KK സുരേന്ദ്രൻ. കേരളം നമ്പർ 1 ആകണമെന്നാണ് നമ്മുടെ താല്പര്യം. ആ കേരളം നമ്പർ 1 ആകാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ അകമഴിഞ്ഞ് കേരള സംസ്ഥാനത്തിന് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കണം. ആ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് മരുന്നുകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തന്നെ
കേരള സംസ്ഥാനത്തിന് 10,000 കോടി രൂപയാണ് ഈ രംഗത്ത് നൽകിയിട്ടുള്ളത്. 21 മുതൽ പ്രതിഷേധ സൂചകമായി ആരോഗ്യമന്ത്രിയുടെ കോലം BJP പ്രവർത്തകർ കത്തിച്ചു. ചങ്ങരംകുളം മണ്ഡലം പ്രസിഡന്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജനു പട്ടേരി, K രാകേഷ്, ബിബിൻ, ലക്ഷ്മണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN മലപ്പുറം. അങ്ങാടിപ്പുറം ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് വരാത്തത് ഭരണകൂടത്തിന്റെ വികസന വിവേചന നിലപാട് മൂലമെന്ന് വെൽഫെയർ പാർട്ടി. അങ്ങാടിപ്പുറത്തുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ജനജീവിതം ദുരിതപൂർണമാക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. കച്ചവടക്കാരെയും വിദ്യാർത്ഥികളെയും അതുപോലെ ഏറ്റവും ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന ആംബുലൻസുകളെയും രോഗികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. നമുക്കറിയപ്പെടാത്ത കുറേ ആളുകൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ടാവും. ഇത്രയും ബ്ലോക്കാണ്. പക്ഷെ അതിന് ശാശ്വത പരിഹാരമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ് മാനത്തുമംഗലം ഓരോടം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക. അത് തന്നെയാണ് പാർട്ടിയോട് ആവശ്യപ്പെടുന്നത്. ഈ ദുരിതത്തിൽ, ഈ ട്രാഫിക് ബ്ലോക്കിൽ അങ്ങാടിപ്പുറത്തെയും മംഗളമണ്ഡലത്തിലെയും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പൂർണ്ണമായി പരിഹാരം വേണമെങ്കിൽ മാനത്തുമംഗലം ഓരോടം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. ഇതിന് 2010 ഭരണാനുമതി ലഭിക്കുകയും സർവേ കഴിഞ്ഞ് കുറ്റിയടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും 2019 അന്നത്തെ G. സുധാകരൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കഴിഞ്ഞു, അതുപോലെ കളക്ടറേറ്റ് മീറ്റിംഗ് കഴിഞ്ഞു. ഒക്കെ ഇനി അതിന് ഫണ്ട് അനുവദിച്ച് സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ 9 വർഷമായിട്ട് അത് നടന്നിട്ടില്ല. ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ ആംബുലൻസുകൾ പോലും മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ട് ചികിത്സ ലഭിക്കാതെ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യമുണ്ടെന്നും ഇത് തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കുന്നതായും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. 2010 ഭരണാനുമതി ലഭിച്ച് 10 കോടി രൂപ വരെ ഫണ്ട് അനുവദിക്കുകയും അലൈൻമെന്റ്, സർവേ, കല്ലിടൽ തുടങ്ങിയ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായി നിർത്തലാക്കിയെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. അവരുടെ ജീവിതം, അവരുടെ സമയം ഒക്കെ റോഡിൽ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യമാണുള്ളത്. നമ്മൾക്ക് തന്നെ നിരവധി ആളുകളെ അറിയാം. വഴിയിൽ വെച്ച് ഇവിടെ മെഡിക്കൽ ആശുപത്രി സിറ്റി എന്ന് പറയപ്പെടുന്ന ഈ പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് ആംബുലൻസുകൾ വരാൻ കഴിയാതെ മരണപ്പെട്ട കേസുകൾ. നമ്മുടെ സുഹൃത്തിന്റെ വരെ ഒരു ഉപ്പ ഇവിടേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് വെച്ചിട്ട് വണ്ടി വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ കഴിയാണെന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ PSCക്ക് പോവുകയായിരുന്നു. ഇവിടെ വെച്ചിട്ട് റോഡിൽ കുടുങ്ങി കിടന്ന് എനിക്ക് അത് എന്റെ PSC നഷ്ടപ്പെടുന്ന സാഹചര്യം. കോർപ്പറേറ്റ് പദ്ധതികൾക്ക് കോടികൾ ചിലവഴിക്കുമ്പോഴും അഴിമതിക്കും ധൂർത്തിനും സ്വജനപക്ഷ പദ്ധതികൾക്കും ഇഷ്ടം പോലെ ഫണ്ട് അനുവദിക്കുമ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി വിമർശിച്ചു. ഇത് കേരള സർക്കാരിന്റെ ഇന്നത്തെ വികസന നയം നമുക്കറിയാം. കോർപ്പറേറ്റ് താല്പര്യമുള്ള വികസന നയത്തിനോട് പ്രത്യേക താല്പര്യവും ജനങ്ങളുടെ താല്പര്യത്തിന് യാതൊരു പരിഗണനയും കൽപ്പിക്കാതെ അതിലുപരി പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ MLA-മാര് ജയിക്കുന്ന മണ്ഡലത്തിലെ വികസനങ്ങളോട് ഒരു ചിറ്റമ്മ നയം, ഒരു അവഗണന ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ നേതാക്കളുടെ സംസാരങ്ങളിലും അവരുടെ സൈബർ യുഗങ്ങളുടെ ഇടപെടലുകളിലും ഒക്കെ അത് തുറന്നു വരുന്നുണ്ട്. ഞങ്ങൾ ജയിക്കാത്തതുകൊണ്ടാണ്. ഞങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നോ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അതൊരു ജനാധിപത്യത്തിനോട് ഉള്ളൊരു വെല്ലുവിളിയാണ്. പ്രബുദ്ധരായ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA-മാരോടുള്ള ജനാധിപത്യ സംസ്കാരത്തിനോടുള്ള വെല്ലുവിളിയായിട്ടാണ് നമ്മളത് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ ആരിഫ് ചുണ്ടയിൽ, ഖാദർ അങ്ങാടിപ്പുറം, KP ഫാറൂഖ്, സെയ്താലി വലംപൂർ, ഷിഹാബ് തിരൂർക്കാട് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ 5 പേരെ കൂടി കുളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുതിയ രീതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ്.
കിഫ്ബി ഒരു കടലാസ് പുലി മാത്രമാണെന്ന് MLA മഞ്ഞളാം കുഴിയാലി ആരോപിച്ചു. വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും കിഫ്ബിയിലൂടെയുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ഫണ്ട് വിനിയോഗം പ്രതീക്ഷിച്ചത്ര ഫലപ്രദമല്ലെന്നും മഞ്ഞളാം കുഴിയാലി MLA വിമർശിച്ചു. അങ്ങാടിപ്പുറം മേൽപ്പാലം ചെറുവാഹനങ്ങൾക്കായി തുറന്നു നൽകി. പാലം തുടങ്ങുന്നിടത്ത് ഇന്റർലോക്ക് കട്ട വിരിക്കുന്ന ജോലികൾ പൂർത്തിയായതിനെ തുടർന്നാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.